മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഒരു മനോഹരമായ ഗ്രാമമാണ്. അവിടെ ഒരു പഴയ പാലമുണ്ട്. അതിനാണ് ഈ ഗ്രാമം പ്രശസ്തം. പകലിലെല്ലാം സാധാരണമാണ്. ആളുകൾ പാലം കടന്ന് ജോലി ചെയ്യാനും സ്കൂളിലേക്കും പോകാറുണ്ട്. പക്ഷേ രാത്രി 12-ന് ശേഷം ആ പാലത്തിലൂടെ പോകാൻ ആരും ധൈര്യപ്പെടാറില്ല. എന്തുകൊണ്ടെന്നറിയാമോ? പണ്ടൊരിക്കൽ ആ പാലം പണിതുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു. അതിവർഷം പെയ്തുകൊണ്ടിരുന്നു. അന്ന് ശൈലജ എന്ന പേരുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിനി ബസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്നു. പാലം പൂർണ്ണമായിരുന്നില്ല. വെള്ളം കുത്തി നിറഞ്ഞിരുന്നു. അവൾ കാൽ വഴുതി വെള്ളത്തിൽ വീണു. ആരും രക്ഷിക്കാനായില്ല. 3 ദിവസത്തിനു ശേഷം മാത്രമാണ് അവളുടെ മൃതദേഹം കണ്ടെത്തിയത്. അതിനുശേഷം ആ പാലത്തിനരികിൽ അജ്ഞാതമായ കാര്യങ്ങൾ സംഭവിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങി. ചിലർ പറയുന്നു രാത്രിയിൽ അവളുടെ ചിരിയും നിലവിളിയും ഒരുമിച്ച് കേൾക്കാമെന്ന്. ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു രാത്രി 1 മണിയോടെ വെള്ള വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി കൈയുയർത്തി വാഹനം നിർത്താൻ പറയും. അവർ വണ്ടി നിർത്തുമ്പോൾ ആ പെൺകുട്ടി അപ്രത്യക്ഷയാകും. ഒരു ദിവസം ചില യുവാക്കൾ ആ കഥ സത്യമാണോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. അവർ ക്യാമറ വെച്ച് രാത്രി മുഴുവൻ റെക്കോർഡ് ചെയ്തു. ആദ്യം ഒന്നും കണ്ടില്ല. പക്ഷേ പുലർച്ചെ 2 മണിയോടെ ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു. നിങ്ങൾ എനിക്കെന്തിനാണ് വന്നത് എന്നായിരുന്നു ആ ശബ്ദം. വീഡിയോയിൽ പിന്നെ പാലത്തിന്റെ നടുവിൽ വെള്ള നിറമുള്ള ഒരാകൃതി നടന്നു നിൽക്കുന്ന കാഴ്ചയും കാണപ്പെട്ടു. അന്നേ ദിവസം മുതൽ ആ റെക്കോർഡിംഗിൽ പങ്കെടുത്ത 3 പേരും കഠിനമായ ജ്വരത്തിൽ വീണു. പാലം പിന്നീട് പുനർനിർമ്മിച്ചെങ്കിലും ആ സ്ഥലത്ത് ഇന്നും ചിലപ്പോൾ വെളിച്ചം തെളിയുമ്പോൾ മങ്ങലായി ഒരു പെൺകുട്ടിയുടെ പ്രതിബിംബം കാണാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മുതിർന്നവർ പറയുന്ന ഒരു വാക്ക് ഇന്നും ആളുകൾ ഓർക്കാറുണ്ട്. മഴയുള്ള രാത്രിയിൽ ആ പാലം കടക്കേണ്ടി വന്നാൽ അവളെ നോക്കരുത്. അവൾ നോക്കുന്നവർക്ക് പിന്നെ ആ വഴിയിൽ മടങ്ങാനാകില്ല. ഇന്നും പുലർച്ചെ 12-ന് ശേഷം ആ പാലത്തിന് മുകളിലൂടെ പോകുമ്പോൾ തണുത്ത കാറ്റ് വീശുമ്പോൾ പലർക്കും തോന്നും അവൾ എവിടെയോ എനിക്ക് അടുത്ത് നിൽക്കുന്നുണ്ട് എന്ന്. ഇതുപോലത്തെ സ്പൈൻ ജില്ലയും കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ പോർട്ടൽ ഗ്രാമം.